അന്റെ ലൈഫിൽ എടുത്തിട്ടുള്ള ഏറ്റവും ബിഗ്ഗസ്റ്റ് റിസ്ക് എന്തായിരിക്കും? MBBS അത്ര റാങ്കിൽ ഞാൻ എന്ത് ചെയ്തു, ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്തു. അവിടുന്ന് MBBS ഫൈനൽ ഇയർ ആണ്. 92 റാങ്ക് ഉണ്ടോ അല്ലേ? 91 റാങ്ക് ആയിരുന്നു വന്നു. അങ്ങനെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്യുന്നു. അങ്ങനെ ഫൈനൽ ഇയറിലാണ് ഞാൻ ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ഹൗസ് ഏജൻസി ചെയ്യാതെയാണ് സൈലം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പം അതിന്റെ ഫൈനൽ ഇയറിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫൈനൽ ഇയർ ഓഫ് കോളേജ് അത്രയും റിസ്കി ആയിട്ടുള്ള ഒരു ഫൈനൽ ഇയർ ടൈമിൽ പഠിക്കുന്നതിനിടയിൽ ഇത് സ്റ്റാർട്ട് ചെയ്ത് ഇതും റൺ ചെയ്ത് അന്നോട്ടെ മൾട്ടി ടാസ്കിങ് ഉണ്ട് എനിക്ക്. അപ്പം എന്നാലും അത് ഭയങ്കര റിസ്ക് ആയിരുന്നു. ആ റിസ്കിനാണല്ലോ ഞാൻ പിന്നെ ഫൈനൽ ഇയർ കഴിഞ്ഞ് ഹൗസ് ഏജൻസി ചെയ്തില്ല, നേരെ കാലിക്കട്ട് വന്നു. പിന്നെ സൈലത്തിന്റെ പുറകെ പോയി. പിന്നീട് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഹൗസ് ഏജൻസി ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ടോട്ടലി സൈലം അല്ലെങ്കിൽ PG ഇത് പോയാൽ തിരിച്ചു പോവാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം വളരെ ഒരു ഗ്യാപ്പ് വരും. അതൊരു വലിയ റിസ്ക് ആയിരുന്നു. ആ ഒരു റാഷണൽ എങ്ങനെയാണ് ജസ്റ്റിഫൈ ചെയ്ത് MBBS ഓർ സൈലം? ആക്ച്വലി ലൈക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ എനിക്ക് ഹാപ്പിനെസ് തരുന്ന ഇതാണ്. ലൈക്ക് അതാണ് ഞാൻ ലൈഫിൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്. അടുത്തൊരു ഹാപ്പിനെസ് തന്നെയാണ് എന്റെയും കാണുന്ന ആളുകളുടെ ഹാപ്പിനെസ് ആണ് അതിലുള്ളത്. കാര്യം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് നേടിയാലും അത് ഹാവ് ടു ഗോ ബാക്ക് ടു ദ സൊസൈറ്റി എന്നുള്ള ഞാൻ ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പം ഒരു ഇയർലി ഞാനൊരു എമൗണ്ട് ഓഫ് മണി ഞാൻ എന്ത് ചെയ്യും, ഇൻ സം ക്രോസ് ഞാൻ വിൽ ഗീവ് ബാക്ക് ടു ദ സൊസൈറ്റി എന്നുള്ളതാണ്. ചുമ്മാ കുറച്ച് പൈസ കൊടുക്കുക എന്നുള്ളതല്ല, അത് കഴിഞ്ഞാൽ അവിടെ ലൈഫിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റണം. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, എടുത്തിട്ട് അത് എന്ത് ചെയ്യാണ് സോൾവ് ചെയ്തിട്ട് അത് കംപ്ലീറ്റ്ലി എന്ത് ചെയ്യുന്നത് മുമ്പോട്ട് കൊണ്ടുവന്ന രീതിയിൽ ഒരു പേഴ്സണൽ പ്രൊജക്ട് ആണ് ഈ ഹാപ്പിനെസ് പ്രൊജക്ട്. ഇറ്റ്സ് എ പേഴ്സണൽ പ്രൊജക്ട്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ പുതിയ ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ പറഞ്ഞത് 5 years ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഡേ ടു ഡേ സെയിം ആകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടെ എന്തെങ്കിലും കുറച്ചും കൂടെ കൂടുതൽ ചെയ്യാൻ പറ്റിയാൽ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ അതിൽ കുറച്ചും കൂടെ കൂടുതൽ ചെയ്യുന്നത്, കുറച്ചും കൂടെ എന്നെ ഹാപ്പി ആക്കുന്ന, കുറച്ചും കൂടെ ഡോപ്പമിൻ റിലീസ് കിട്ടുന്ന ഒരു കാര്യമാണ് ഈ ഹാപ്പിനെസ് പ്രൊജക്ട് എന്ന് പറയുന്നത്. വളരെ ഹാപ്പി ആയിട്ട് അത് മുമ്പോട്ട് പോകുന്നു. കൂടുതൽ കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ 20+ ഹൗസസ് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പൊ അത് മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. കുറെ നമ്മൾ റിലീസ് ചെയ്ത് ആളുകൾ എത്തിയിട്ടുണ്ട്. കുറെ ഇനിയും വരാനുണ്ട് കാര്യങ്ങളൊക്കെ. പിന്നെ കുറച്ച് സർജറി ഒക്കെ ആയിട്ട് എനിക്ക് കുറച്ചൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നാളെ ഞാനിപ്പോൾ ഒരു ബ്രേക്ക് ആയിരുന്നു, ഒരു 1.5 month. വീണ്ടും ഐ എം കമ്മിങ് ബാക്ക് ടു ദാറ്റ് ഓൾസോ. അതെന്നെ കുറച്ചും കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ചെയ്യാൻ. അതങ്ങനെ ചെയ്തു പോകുന്നു.